ജൂപ്പിറ്ററിന്റെ മുഖമുദ്രയായിട്ട് മാറിയ ദി ഗ്രേറ്റ് റെഡ് സ്പോട്ട് എന്ന വിസ്മയത്തിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അത് ജൂപ്പിറ്ററിൽ കാലാകാലങ്ങളായിട്ട് വീശിക്കൊണ്ടിരിക്കുന്ന വളരെ വലിയൊരു ചുഴലിക്കാറ്റാണ്. വലുതെന്ന് വെച്ചാൽ ആ ചുഴലിക്കാറ്റിനും നമ്മുടെ ഭൂമിയേക്കാൾ വലിപ്പമുണ്ട്. എന്നാൽ 1994 ലോകമെമ്പാടുമുള്ള ശാസ്ത്രജ്ഞരും ജൂപ്പിറ്ററിൽ മറ്റൊരു വിസ്മയം കാണാനിടയായി. ഷൂമേക്കർ ലെവി 9 എന്നൊരു വാൽനക്ഷത്രം ജൂപ്പിറ്ററിൽ ചെന്ന് പതിക്കുന്നതാണ് അവർ കണ്ടത്. അത് ചെന്ന് പതിച്ചപ്പോഴുണ്ടായ വിസ്ഫോടനത്തിന്റെ ആഘാതമെന്നത് വളരെ തീവ്രമായിരുന്നു. എത്രത്തോളം തീവ്രമായിരുന്നുവെന്ന് വെച്ചാൽ 30 കോടി ആറ്റം ബോംബുകൾ ഒരുമിച്ച് പൊട്ടുമ്പോഴുള്ളതിന്റെ അത്ര ശക്തമായ ഊർജ പ്രവാഹമാണ് ഈ വിസ്ഫോടനത്തിൽ നിന്നും ഉത്ഭവിച്ചത്. ഇതുവരേക്കും ഒരു ഗ്രഹത്തിൽ നമ്മൾ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ വിസ്ഫോടനം ഇത് തന്നെയാണ്. പല കഷ്ണങ്ങളായിട്ട് പൊടിഞ്ഞ വാൽനക്ഷത്രത്തിന്റെ ഭാഗങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി 6 ദിവസങ്ങളായിട്ടാണ് ജൂപ്പിറ്ററിൽ വന്ന് പതിച്ചത്. അങ്ങനെ ഒരാഴ്ച സമയം കൊണ്ട് ഭയാനകമായ 23 വിസ്ഫോടനങ്ങളാണ് ജൂപ്പിറ്ററിൽ സംഭവിച്ചത്. ഈ വിസ്ഫോടനങ്ങളിൽ നിന്നും വമിച്ച പുകപടലങ്ങൾ ജൂപ്പിറ്ററിന്റെ അന്തരീക്ഷത്തിൽ നിന്നും 3000 കിലോമീറ്റേഴ്സ് ഉയരത്തിൽ വരെ എത്തി. ഈ മഹാവിസ്ഫോടനം കാരണം ജൂപ്പിറ്ററിന്റെ അന്തരീക്ഷ താപനില 30,000 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നു. വാൽനക്ഷത്രത്തിന്റെ ഏറ്റവും വലിയ ഭാഗം വന്ന് പതിച്ചതിന്റെ പാട് പല മാസങ്ങളോളം കാലം ജൂപ്പിറ്ററിന്റെ അന്തരീക്ഷത്തിൽ മായാതെ കിടക്കുന്നുണ്ടായിരുന്നു. അത് ആദ്യം പറഞ്ഞ ഗ്രേറ്റ് റെഡ് സ്പോട്ടിനേക്കാൾ സ്പഷ്ടമായിരുന്നു. നമ്മുടെ സൗരയൂഥത്തിന്റെ ആരംഭകാലത്തിലാണെങ്കിൽ ഇത്തരം കൂട്ടിയിടികൾ നിരന്തരമായിട്ട് സംഭവിച്ചതിന്റെ ധാരാളം തെളിവുകൾ ഓരോ ബഹിരാകാശ വസ്തുവിലും വളരെ വ്യക്തമായിട്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഇന്നിത്രയും വലിയൊരു കൂട്ടിയിടി പല നൂറ്റാണ്ടുകളിൽ ഒരിക്കൽ മാത്രമേ നമ്മുടെ സൗരയൂഥത്തിൽ സംഭവിക്കുകയുള്ളൂ. നമ്മുടെ ഭൂമിയിലാണെങ്കിൽ അവസാനമായിട്ട് ഇത്രയും വലിയൊരു ഉൽക്കവന്ന് പതിച്ചത് ഏകദേശം 9 ലക്ഷം വർഷങ്ങൾക്ക് മുൻപാണ്. ഇത്രയും അപൂർവമായതുകൊണ്ട് തന്നെ ഇത്തരമൊരു സംഭവം നേരിട്ട് കാണാൻ സാധിച്ചത് നമ്മുടെ വളരെ വലിയൊരു ഭാഗ്യമായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് ഈ കൂട്ടിയിടി സംഭവിച്ചത്? എന്താണ് ഈ സംഭവത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്? ഇത്തരമൊരു കൂട്ടിയിടി ഭൂമിയിൽ സംഭവിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? നമുക്ക് നോക്കാം. ആയിരത്തി 1993 യൂജീൻ ഷൂമേക്കർ, കരോലിൻ, ഡേവിഡ് ലെവി എന്നീ ബഹിരാകാശ നിരീക്ഷകർ കാലിഫോർണിയയിലെ പലോമർ ഒബ്സർവേറ്ററിയിൽ ഗവേഷണം നടത്തുന്നതിനിടയിലാണ് ജൂപ്പിറ്ററിനെ ഭ്രമണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വാൽനക്ഷത്രത്തിനെ കണ്ടുപിടിച്ചത്. കൂടുതൽ നിരീക്ഷിച്ചപ്പോഴാണ് അത് ജൂപ്പിറ്ററിനെ ഭ്രമണം ചെയ്യുന്നതല്ല, മറിച്ച് ജൂപ്പിറ്ററിന്റെ ഗുരുത്വാകർഷണ ബലത്തിൽ അകപ്പെട്ടതാണെന്നും അത് ജൂപ്പിറ്ററിലേക്ക് വീണുകൊണ്ടിരിക്കുകയാണെന്നും മനസ്സിലായത്. അതൊരു പീരിയോഡിക് കോമറ്റ് ആയിരുന്നു. കൃത്യമായ ഇടവേളകളിൽ സൂര്യനെ ഭ്രമണം ചെയ്തുകൊണ്ടിരിക്കുന്ന വാൽനക്ഷത്രങ്ങളാണ് പീരിയോഡിക് കോമറ്റ്സ്. വാൽനക്ഷത്രങ്ങളൊക്കെ സാധാരണ സൂര്യനെ ഭ്രമണം ചെയ്യുന്ന ബഹിരാകാശ വസ്തുക്കളാണ്. എങ്കിലും സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹമെന്ന നിലയിൽ ജൂപ്പിറ്ററിന്റെ അതിശക്തമായ ഗ്രാവിറ്റിയെക്കുറിച്ച് നമുക്കറിയാവുന്നതുകൊണ്ട് ഇങ്ങനെ ഒരു വാൽനക്ഷത്രം ജൂപ്പിറ്ററിന് ചുറ്റും കറങ്ങുന്നത് കണ്ടപ്പോൾ അതത്ര വലിയ അതിശയമായിട്ടൊന്നും ശാസ്ത്രജ്ഞർക്ക് തോന്നിയില്ല. ഇതുപോലെ ഒരുപാട് വസ്തുക്കളെ ജൂപ്പിറ്റർ തന്റെ ഗ്രാവിറ്റിയിൽ അകപ്പെടുത്താറുണ്ട്. ജൂപ്പിറ്ററിന്റെ വലിയൊരു ശതമാനം ഉപഗ്രഹങ്ങളും യഥാർത്ഥത്തിൽ ഇതുപോലെ പിടിച്ചെടുക്കപ്പെട്ട ബഹിരാകാശ വസ്തുക്കളാണ്. എന്തായാലും സാധാരണ വാൽനക്ഷത്രങ്ങളെക്കാൾ വളരെ വലുതായിരുന്നു ഷൂമേക്കർ ലെവി 9. ഒട്ടുമിക്ക കോമറ്റ്സിനും പല മീറ്റേഴ്സ് മാത്രം വലിപ്പമേ ഉണ്ടായിരിക്കൂ. എന്നാൽ ഇതിന് ഏകദേശം 2 കിലോമീറ്റർ വ്യാസമുണ്ടായിരുന്നു. ജൂപ്പിറ്ററിൽ ചെന്ന് പതിച്ചുവെന്ന് പറയുമ്പോൾ അത് നേരെ ചെന്ന് ജൂപ്പിറ്ററിൽ വീഴുകയല്ല ചെയ്തത്, മറിച്ച് ആദ്യം ഇത് ജൂപ്പിറ്ററിന് ചുറ്റും ഒരുപാട് തവണ വലം വെച്ചു. ജൂപ്പിറ്ററിന് ചുറ്റുമുള്ള ഇതിന്റെ ഭ്രമണപഥം അത്യധികം എക്സെൻട്രിക് ആയിരുന്നു. ഒരു വസ്തുവിന്റെ ഭ്രമണപഥം എത്രത്തോളം എലിപ്റ്റിക്കൽ ആണെന്ന് സൂചിപ്പിക്കുന്ന അളവാണ് എക്സെൻട്രിസിറ്റി. 0 മുതൽ 1 വരെയാണ് ഒരു ഭ്രമണപഥത്തിന്റെ എക്സെൻട്രിസിറ്റി അളക്കുന്നത്. അതായത് ഒരു വസ്തുവിന്റെ ഭ്രമണപഥത്തിന്റെ എക്സെൻട്രിസിറ്റി 0 ആണെങ്കിൽ അതിനർത്ഥം ആ വസ്തു കൃത്യമായ വൃത്താകൃതിയിലാണ് മറ്റൊരു വസ്തുവിനെ വലം വയ്ക്കുന്നത്. നേരെ മറിച്ച് അതിന്റെ എക്സെൻട്രിസിറ്റി 1 ആണെങ്കിൽ അതിനർത്ഥം അതിന്റെ ഭ്രമണപഥം അത്യധികം എലിപ്റ്റിക്കലാണ്. ഈ എക്സെൻട്രിസിറ്റി 1 മുകളിലായാൽ അത് ഹൈപ്പർബോളിക് ഓർബിറ്റ് ആകും. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ അത് ശരിക്കും ഭ്രമണം ചെയ്യുകയല്ല, മറിച്ച് അതൊരു വസ്തുവിന്റെ അടുത്തുകൂടെ പോവുക മാത്രമാണ് ചെയ്യുന്നത്. ഷൂമേക്കർ ലെവി 9ന്റെ എക്സെൻട്രിസിറ്റി എന്നത് 0.998 ആയിരുന്നു. അതായത് അത്യധികം എലിപ്റ്റിക്കലായ ഭ്രമണപഥം. ഇതിന് കുറച്ചുകൂടെ വേഗതയുണ്ടായിരുന്നെങ്കിൽ ജൂപ്പിറ്ററിൽ ചെന്ന് പതിക്കാതെ ജൂപ്പിറ്ററിന്റെ ഗുരുത്വാകർഷണ ബലത്തിൽ നിന്നും രക്ഷപ്പെട്ട് പോകുമായിരുന്നു.
ഇങ്ങനെ ഓരോ തവണ വലം വെക്കുമ്പോഴും ഈ കോമറ്റിന്റെ ഓർബിറ്റ് കൂടുതൽ ചുരുങ്ങിക്കൊണ്ടിരുന്നു. അത് മനസ്സിലായപ്പോൾ തന്നെ ഈ വാൽനക്ഷത്രം ജൂപ്പിറ്ററിൽ ചെന്ന് പതിക്കാൻ പോവുകയാണെന്ന സംശയം ശാസ്ത്രജ്ഞർക്ക് തോന്നി. നിരന്തരമായ നിരീക്ഷണങ്ങളിലൂടെ അത് സ്ഥിരീകരിക്കുകയും ചെയ്തു. ഇതിനെ കണ്ടെത്തുന്ന സമയത്തിൽ തന്നെ ജൂപ്പിറ്ററിന്റെ ഗ്രാവിറ്റി കാരണം ഇത് പല കഷ്ണങ്ങളായിട്ട് പൊടിഞ്ഞിരുന്നു. നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ അടുത്ത വർഷം, അതായത് 1994 ജൂലൈ മാസത്തിൽ തന്നെ ഇത് ജൂപ്പിറ്ററിൽ ചെന്ന് പതിക്കുമെന്ന് ഗവേഷകർക്ക് മനസ്സിലായി. അങ്ങനെ ലോകമെമ്പാടുമുള്ള ജ്യോതിശാസ്ത്രജ്ഞരും ഈ കൂട്ടിയിടി സംഭവിക്കുന്നതും കാത്തിരുന്നു. മുന്നേ അറിയാമായിരുന്നതുകൊണ്ട് കെക്ക് ഒബ്സർവേറ്ററി, റോസാറ്റ് എക്സ്റേ ടെലിസ്കോപ്പ്, ഹബിൾ സ്പേസ് ടെലിസ്കോപ്പ് അങ്ങനെ പല ടെലിസ്കോപ്പുകളിലൂടെ ജ്യോതിശാസ്ത്രജ്ഞരെല്ലാം SL9 കോമറ്റിനെ നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. ലോകമെമ്പാടുമുള്ള ടെലിസ്കോപ്പുകളും ജൂപ്പിറ്ററിനെ നോക്കിയിരിക്കുമ്പോൾ ശാസ്ത്രജ്ഞർ പ്രതീക്ഷിച്ചതുപോലെ തന്നെ SL9ന്റെ ആദ്യത്തെ ഭാഗം ചെന്ന് ജൂപ്പിറ്ററിൽ പതിച്ചു. പക്ഷേ നിർഭാഗ്യവശാൽ ടെലിസ്കോപ്പുകൾ കണ്ണും നട്ട് കാത്തിരുന്നത് വെറുതെയായി. എന്തെന്നാൽ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ജൂപ്പിറ്ററിന്റെ മറുവശത്തിലാണ് വാൽനക്ഷത്രം ചെന്ന് പതിച്ചത്. അതിനാൽ തന്നെ ആദ്യത്തെ കഷ്ണം വന്ന് പതിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പകർത്താൻ ഭൂമിയിലുള്ള ടെലിസ്കോപ്പുകൾക്കൊന്നും സാധിച്ചില്ല. ബഹിരാകാശ പ്രേമികൾക്കൊക്കെ ഒരിക്കലും മറക്കാൻ കഴിയാത്ത വലിയൊരു നിരാശയായി ഈ സംഭവം മാറുമായിരുന്നു. എന്നാൽ ഭാഗ്യവശാൽ മനുഷ്യന്റെ കണ്ണുകൾ ഭൂമിയിൽ മാത്രമല്ല, അങ്ങ് ബഹിരാകാശത്തിലുമുണ്ടായിരുന്നു. 1989 വിക്ഷേപിച്ച ഗലീലിയോ പേടകം 1994 ഏകദേശം ജൂപ്പിറ്ററിന് സമീപമെത്തിയിരുന്നു. അതുമാത്രമല്ല, SL9 വന്ന് ജൂപ്പിറ്ററിൽ പതിക്കുന്നത് കൃത്യമായിട്ട് കാണാൻ പറ്റിയ സ്ഥാനത്തിലാണ് അന്ന് ഗലീലിയോ പേടകമായിരുന്നത്. ഗലീലിയോ മാത്രമല്ല, സൂര്യനെ നിരീക്ഷിക്കാൻ വേണ്ടി 1990 നാസയും ESAയും ചേർന്ന് വിക്ഷേപിച്ച യൂലിസസ് പേടകത്തിനെയും ജൂപ്പിറ്ററിലേക്ക് ഫോക്കസ് ചെയ്തു. അതും പോരാഞ്ഞിട്ട് 1977 വിക്ഷേപിച്ച നമുക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത നാസയുടെ വോയേജർ 2 പേടകത്തിന്റെ ഉപകരണങ്ങളും SL9 വന്ന് പതിക്കുമ്പോഴുണ്ടാകുന്ന റേഡിയോ തരംഗങ്ങളെ നിരീക്ഷിക്കാൻ വേണ്ടി പ്രോഗ്രാം ചെയ്തു. അങ്ങനെ ഓരോ പേടകവും ഈ വിസ്മയാവഹമായ കൂട്ടിയിടിയുടെ സാക്ഷ്യം വഹിക്കാൻ നമ്മെ സഹായിച്ചു. അങ്ങനെ ആദ്യത്തെ ഭാഗം ജൂലൈ 16 60 km/s വേഗത്തിൽ വന്ന് ജൂപ്പിറ്ററിൽ പതിച്ചു. അത് വന്ന് പതിച്ചപ്പോൾ പതിച്ച സ്ഥലത്ത് നിന്നും ഒരു വലിയ തീജ്വാല ഉയരുന്നത് ഗലീലിയോ കണ്ടു. അതിന്റെ താപനില 24,000 ഡിഗ്രി സെൽഷ്യസിനും മുകളിലായിരുന്നു. ആ തീജ്വാലയും വാതകവുമൊക്കെ ജൂപ്പിറ്ററിന്റെ അന്തരീക്ഷത്തിൽ നിന്നും 3000 കിലോമീറ്റേഴ്സ് ഉയരത്തിൽ വരെ എത്തി. വലിയ പുകപടലങ്ങൾ പ്രതീക്ഷിച്ചതാണെങ്കിലും ഇത്രയും വലിയൊരു തീജ്വാല ഉണ്ടാകുമെന്ന് ശാസ്ത്രജ്ഞർ പ്രതീക്ഷിച്ചതല്ല. ഇങ്ങനെ ഉയർന്നു പൊങ്ങിയ വാതകങ്ങളും പൊടിപടലങ്ങളുമൊക്കെ ഏതാനും ചില നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ തിരിച്ച് ജൂപ്പിറ്ററിൽ ചെന്ന് വീണു. ആ ചിത്രങ്ങളെല്ലാം ഗലീലിയോ പകർത്തിയിരുന്നു. ജൂപ്പിറ്റർ വെറും 10 മണിക്കൂറുകൾ കൊണ്ട് തന്നെ സ്വന്തം അച്ചുതണ്ടിൽ ഒരു തവണ കറങ്ങും. അത്രയും വേഗം കറങ്ങുന്നത് കൊണ്ട് അധികം വൈകാതെ തന്നെ ആദ്യത്തെ കഷ്ണം വന്ന് പതിച്ചതിന്റെ ദൃശ്യം ഭൂമിയിൽ നിന്നും നമുക്ക് കാണാൻ സാധിച്ചു. അപ്പോൾ ഭൂമിയുടെ ശക്തമായ ടെലിസ്കോപ്പുകൾ ജൂപ്പിറ്ററിൽ വളരെ വലിയൊരു പാട് കണ്ടു. വാൽനക്ഷത്രം വന്ന് പതിച്ചതിന്റെ ആഘാതം കാരണം വലിയൊരു ഷോക്ക് വേവും ജൂപ്പിറ്ററിന്റെ അന്തരീക്ഷത്തിലൂടെ പാഞ്ഞു. 450 മീറ്റേഴ്സ്/സെക്കൻഡ് വേഗത്തിലാണ് ഈ ഷോക്ക് വേവ് ജൂപ്പിറ്ററിന്റെ അന്തരീക്ഷത്തിലൂടെ സഞ്ചരിച്ചത്. ഇത് ആദ്യത്തെ ഭാഗം വന്ന് പതിച്ചതിന്റെ ആഘാതം മാത്രമാണ്. ഈ വാൽനക്ഷത്രത്തിന്റെ ബാക്കി 22 ഭാഗങ്ങളാണ് അടുത്ത 6 ദിവസങ്ങൾ കൊണ്ട് ജൂപ്പിറ്ററിൽ വന്ന് പതിച്ചത്. അതിലേറ്റവും വലുത് ജൂലൈ 18 വന്ന 7ാമത്തെ ഭാഗമായിരുന്നു. അത് വന്ന് പതിച്ചപ്പോഴുണ്ടായ വിസ്ഫോടനത്തിന് മാത്രം ഭൂമിയുടെ മുഴുവൻ ന്യൂക്ലിയർ ആയുധങ്ങളുടെ 600 മടങ്ങ് ശക്തിയുണ്ടായിരുന്നു. ഈ ഭാഗം വന്ന് പതിച്ചപ്പോഴാണ് ജൂപ്പിറ്ററിന്റെ ഉപരിതലത്തിൽ ഭൂമിയേക്കാൾ വലിപ്പമുള്ള വളരെ വലിയൊരു പാടുണ്ടായത്. അടുത്ത ദിവസം, അതായത് ജൂലൈ 19 വന്ന് വീണ 2 ഭാഗങ്ങളും ഏകദേശം അതേ വലിപ്പത്തിലുള്ള 2 പാടുകൾ ഉണ്ടാക്കിയിരുന്നു. ഈ പാടുകളെല്ലാം തന്നെ പല മാസങ്ങളോളം കാലം ജൂപ്പിറ്ററിൽ വളരെ സ്പഷ്ടമായിട്ട് തന്നെ നിലനിന്നു. 1 വർഷത്തിൽ കൂടുതൽ സമയമെടുത്തതിനു ശേഷമാണ് ഈ പാടുകളെല്ലാം മാഞ്ഞുപോയത്. അന്തരീക്ഷത്തിലുണ്ടായ താപനിലയുടെ ഉയർച്ചയെല്ലാം ഏകദേശം 1 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും പഴയതുപോലെ ആയി. അത്യധികം വിസ്മയകരമായിരുന്നുവെന്നതിന് പുറമെ ഈ കൂട്ടിയിടി ഒരുപാട് ശാസ്ത്ര പഠനങ്ങൾക്കും സഹായകരമായി മാറി. വാൽനക്ഷത്രം വന്ന് പതിച്ചപ്പോൾ ഉയർന്നു പൊങ്ങിയ വാതകങ്ങളെ നിരീക്ഷിച്ചതിലൂടെ ജൂപ്പിറ്ററിന്റെ അന്തരീക്ഷത്തിനെക്കുറിച്ചും ആന്തരിക ഘടനകളെക്കുറിച്ചും അന്തരീക്ഷത്തിന്റെ ചലനത്തെക്കുറിച്ചുമൊക്കെ സംബന്ധിച്ച വളരെ മികച്ച വിവരങ്ങൾ ശേഖരിക്കാൻ പറ്റി.
ഡയറ്റോമിക് സൾഫൈഡ്, കാർബൺ ഡൈസൾഫൈഡ്, സിലിക്കൺ, അയൺ, മാഗ്നീഷ്യം അങ്ങനെ പലതരം പദാർത്ഥങ്ങളും ജൂപ്പിറ്ററിന്റെ അന്തരീക്ഷത്തിലുണ്ടെന്ന് മനസ്സിലാക്കിയത് ഇതിലൂടെയാണ്. അതുപോലെ വലിയ തോതിലുള്ള ജലാംശവും ജൂപ്പിറ്ററിൽ കണ്ടെത്തി. അതൊട്ടും തന്നെ പ്രതീക്ഷിക്കാത്ത ഒരു കണ്ടുപിടുത്തമായിരുന്നു. ശരിക്കും 2011 അയച്ച ജൂണോ പേടകത്തിന്റെ ഒരു പ്രധാന ദൗത്യം തന്നെ ഈ ജലം ജൂപ്പിറ്ററിന്റെ അന്തരീക്ഷത്തിൽ എവിടെയാണ് മറഞ്ഞു കിടക്കുന്നതെന്ന് കണ്ടുപിടിക്കുക എന്നതായിരുന്നു. എന്തായാലും ഈ കൂട്ടിയിടിയിൽ നിന്നും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്താണെന്നാൽ ഇത്രയും ഭയാനകമായ കൂട്ടിയിടികൾ ഇന്നത്തെ കാലത്തിലും സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാണ്. വോയേജർ ദൗത്യങ്ങളിലൂടെ ജൂപ്പിറ്ററിന്റെ ഉപഗ്രഹമായ കലീസ്റ്റോയിൽ 13 ക്രേറ്റർ ചെയിൻസ് കാണാനിടയായി. അതായത് കുറെ ക്രേറ്റേഴ്സ് വരി വരിയായിട്ട് കിടക്കുന്നത്. ജൂപ്പിറ്ററിന്റെയും സൗരയൂഥത്തിലെയും ഏറ്റവും വലിയ ഉപഗ്രഹമായ ഗാനിമേഡിലും ഇതുപോലെ 3 ക്രേറ്റർ ചെയിൻസ് ഉണ്ടായിരുന്നു. ഇതിന്റെ കാരണം ഉൽക്കാപതനങ്ങളായിരിക്കാമെന്ന് സംശയിച്ചിരുന്നുവെങ്കിലും SL9 കൂട്ടിയിടി കണ്ടപ്പോഴാണ് അത് നമുക്ക് സ്ഥിരീകരിക്കാനായത്. ഉൽക്കകളും വാൽ നക്ഷത്രങ്ങളുമൊക്കെ ഇതുപോലെ ഗ്രഹങ്ങളുടെ അല്ലെങ്കിൽ ഉപഗ്രഹങ്ങളുടെ അടുത്ത് വരുമ്പോൾ ശക്തമായ ഗ്രാവിറ്റി അനുഭവപ്പെടുന്നത് കാരണം അവ പല കഷ്ണങ്ങളായിട്ട് പൊടിഞ്ഞു പോകും. ആ കഷ്ണങ്ങൾ അടുത്തടുത്തായിട്ട് വന്ന് പതിക്കുമ്പോഴാണ് ഇതുപോലെ ക്രേറ്റർ ചെയിൻസ് ഉണ്ടാകുന്നത്. ഇത്രയും വലിയൊരു ബഹിരാകാശ വസ്തു വന്ന് നമ്മുടെ ഭൂമിയിൽ പതിച്ചാൽ അതിന്റെ അനന്തരഫലങ്ങൾ അതിഭയാനകമായിരിക്കും. അതിന്റെ ആഘാതം ഒരു മഹാവംശനാശത്തിന് തന്നെ കാരണമാകും. SL9 സർവനാശം വിതയ്ക്കുന്ന വലിയ കൂട്ടിയിടികൾ ഇനിയും സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ അവയെ പ്രതിരോധിക്കണമെന്ന ചിന്തയും മനുഷ്യരാശിക്കുണ്ടായി. SL9 ശേഷമാണ് നിയർ എർത്ത് ഒബ്ജക്ട്സിനെ, അതായത് ഭൂമിയുടെ വളരെ അടുത്തുകൂടെ പോകുന്ന ഉൽക്കകളോ വാൽ നക്ഷത്രങ്ങളോ അതോ മറ്റു ബഹിരാകാശ വസ്തുക്കളെയോ നിരന്തരമായിട്ട് നമ്മൾ നിരീക്ഷിക്കാൻ തുടങ്ങിയത്. അതുകൊണ്ട് ഇപ്പോൾ ഇത്തരം ഭീമാകാരമായ വസ്തുക്കൾ ഭൂമിയെ ലക്ഷ്യമിട്ട് വന്നാൽ അത് മുൻകൂട്ടി തന്നെ നമുക്ക് മനസ്സിലാക്കാനും വേണ്ട മുൻകരുതലുകളൊക്കെ എടുക്കാനും സാധിക്കും. ഇതിന്റെ ഭാഗമായിട്ടാണ് വളരെയേറെ പ്രത്യാശയോടെ നാസ ഡാർട്ട് ദൗത്യം നടത്തിയത്. ഭൂമിയെ ലക്ഷ്യമിട്ട് വരുന്ന ഭീമൻ ഉൽക്കകളെ ദിശ മാറ്റി വിടാൻ കഴിയുമോ എന്ന് മനസ്സിലാക്കാനും അതിനുവേണ്ട നടപടികൾ എന്തൊക്കെയാണെന്ന് തിരിച്ചറിയാനും വേണ്ടിയിട്ടാണ് ഡാർട്ട് ദൗത്യം ചെയ്തത്. ഇനി ഭാവിയിൽ ഒരിക്കൽ ഇത്തരമൊരു ഭീകരമായ വസ്തു ഭൂമിയുടെ നേർക്ക് വന്നാൽ തീർച്ചയായും അതിനെ തടയാൻ നമ്മൾ അന്ന് പ്രാപ്തരായിരിക്കും. മറ്റൊരു കാര്യമെന്നത് ഇതുപോലെ സൗരയൂഥത്തിന്റെ ഉള്ളിലോട്ട് വരുന്ന നല്ലൊരു ശതമാനം ഉൽക്കകളെയും വാൽ നക്ഷത്രങ്ങളെയും ജൂപ്പിറ്റർ പിടിച്ചു വിഴുങ്ങുന്നത് ഭൂമിക്കും ഭൂമിയിലുള്ള ജീവനും വലിയൊരു അനുഗ്രഹമാണ്. ഇതുകൊണ്ടാണ് പലരും ജൂപ്പിറ്റർ നമ്മുടെ കാവൽക്കാരനാണെന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണമെന്നും ഇതുപോലെ കൗതുകവും വിജ്ഞാനവും നിറഞ്ഞ കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഓർമ്മിപ്പിക്കുന്നു.